ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പെരുന്നാളിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും അല്ലേ. ഞാൻ തിരിച്ച് ദുബായിലെത്തിയത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ദുബായിൽ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. കുറേ ആയി ലോങ് വീഡിയോസൊക്കെ പോസ്റ്റ് ആക്കിയിട്ട്. സോ വലിയ സ്പെഷ്യലൊന്നുമില്ല കേട്ടോ. നമ്മൾ പെരുന്നാളിന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു കൺട്രി, പുതിയതല്ല, ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ടുള്ളൊരു കൺട്രിയാണ്. അപ്പം അവിടെ ഒന്ന് ജസ്റ്റ് പെരുന്നാൾ സെലിബ്രേറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ആക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാ പ്രാവശ്യവും ഓരോ സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് ചില്ലറ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വരാറുണ്ട്. അങ്ങനെ വന്നതാണ്. അപ്പോൾ എന്തൊക്കെ എടുക്കുന്നൊരു ഐഡിയ ഇല്ല. കാണുന്നത് ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് എടുക്കാം എന്ന് കരുതി. ഫസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സാധനം എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സാധനമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്താ പറയുക, ഞാൻ വീട്ടിൽ ഈ ഒരു ഡിഫ്യൂസർ വച്ചിട്ടുണ്ട് കുറച്ച് കാലങ്ങളായിട്ട്. എനിക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര മടുപ്പാണ് വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പം നാട്ടിലെ വീട്ടിലുണ്ട്, ഇവിടെ യു എയിലുള്ള വീട്ടിലും ഉണ്ട്. സോ ഇത് ലില്ലിൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ. ഈ സാധനം അധികം എന്താ പറയുക നാട്ടിൽ കിട്ടത്തില്ല. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാണ് നാട്ടിൽ കൊണ്ടുപോകാറ്. ഈ ഫ്ലേവർ അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി മണമുള്ള ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. ആദ്യം ഞാൻ വന്നിട്ട് എടുക്കുന്ന ഈ ഒരു സാധനമാണ്. വീട്ടിലുള്ളത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഡ്രസ്സ് എടുക്കണം. അപ്പം അവിടെ ഇടാനുള്ള മുഴുവൻ ഡ്രസ്സ് നമ്മളിവിടെ നല്ല എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാഷ്വൽ വെയർ മാത്രം. അതായത് ട്രാവൽ ചെയ്യുന്നതല്ലേ. നമ്മൾ എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വഴിയെ പറയാം. അത് ഇതിൽ ഞാൻ പൊട്ടിക്കുന്നില്ല. അത് നമുക്ക് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ പറയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രസ്സ് എടുക്കാം. ഓക്കെ. സോ ഫസ്റ്റിൽ ഞാൻ ഡ്രസ്സ് നോക്കുന്നത് ഈ ഒരു സൈഡിൽ നിന്നായിരുന്നു കേട്ടോ. ഒരു ഗൗണിൻ്റെയൊക്കെ നോർമൽ ഗൗണാണ്. ജസ്റ്റ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇത് ആക്ച്വലി ഗൗണല്ല, ഇത് ജംപ് സ്യൂട്ടാണ്. ഇതും ഓക്കെ ഒരു ഗൗൺ ടൈപ്പാണ്. ഇതൊക്കെ സ്ലീവ്ലെസ് ആണ്. നമുക്ക് സ്ലീവ്ലെസ് വേണ്ട. പിന്നെ ഇവിടെ ഒരു സാധനം ഞാൻ കണ്ടു. അപ്പോൾ ആ ലേഡി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ നോക്കിയതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. സ്ലീവ്ലെസ് ആണ് ഇവിടെ കൂടുതലുള്ളത്. നല്ല ക്ലോത്താണ്, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുറച്ചുകൂടി ജിൽക്ക് ജിമ്മ ആണ് ഉദ്ദേശിക്കുന്നത്. നല്ല സിമ്പിളായി പോയി എന്നൊക്കെ. നൈറ്റി പോലെ ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ. ഇതൊക്കെ നൈറ്റി എന്ന് പറയാൻ അങ്ങനെയല്ല, ഞാൻ മൊത്തത്തിൽ വില കുറച്ച് പറയുന്നതല്ല. എന്നാലും നൈറ്റി ഫീൽ ഇല്ലേ ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ സാധനം 2 എണ്ണം ആരെങ്കിലും നാട്ടിൽ പോകണമെങ്കിൽ കൊടുത്തേക്കാം. ഈ ഒരു ലോങ് ഷോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ചെറിയ ഗ്ലിറ്ററൊക്കെ ഉണ്ട്. ഇതെടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. എനിക്ക് ഈ കോളർ വരുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാലും ഇതങ്ങ് എടുക്കാമല്ലേ. ഒരുപാട് കളറുണ്ട്. കളർ ഓപ്ഷൻസ് ഇവിടെ ഒരുപാടുണ്ട്. പല കളറുണ്ട്. ഇതും നല്ലതാണ്. പക്ഷെ എനിക്ക് ഈ വൈറ്റ് അത്ര സ്യൂട്ടാവും തോന്നുന്നില്ല എൻ്റെ മുഖത്തിന്. പക്ഷേ ഇത് ഒരുപാട് ഉണ്ട് കേട്ടോ. ഈ പെരുന്നാളിന് ആരെങ്കിലുമൊക്കെ ഈ ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫുള്ള് യൂണിഫോമായി പോകുന്നുള്ളത്. ബട്ട് ഇത് പെരുന്നാൾക്കിടാൻ ഞാൻ എടുക്കുന്നതല്ല കേട്ടോ. ഇത് നമ്മൾ ട്രിപ്പിന് എടുക്കുന്നതാണ്. സൈസ് ഫ്രീ സൈസ് അത്ര. നീൻ്റെ മെകളിൽ കൂടെ ഇട്ടോക്ക് ഗൈസ്. ഞാൻ ഒറ്റയ്ക്കല്ല ഗൈസ്. ഇവിടെ വേറൊരു സെലിബ്രിറ്റി എൻ്റെ കൂടെ ഉണ്ട്. സെലിബ്രിറ്റി ആറ് റെഡി? നോക്കട്ടെ. സെലിബ്രിറ്റിയുടെ ഫേസ് റിവീൽ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ആ സെലിബ്രിറ്റി. ഗിവ് അവേയുടെ രാജകുമാരി ഷക്കീറ HR. ഇവളുടെ ചാനലിൽ ഫുള്ള് ഗിവ് അവേ ആണ് കേട്ടോ. നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കൂല. സീരിയസ്ലി അത് കൊള്ളാടാ. സോറി, നിങ്ങളെന്താ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല. സോറി, ഞങ്ങൾ മാത്രം. അത് നമ്മൾ ബേബീനെ ഓൾറെഡി കാണിച്ചല്ലോ. സോ ഇത് ഞാൻ എടുക്കട്ടാടാ. അപ്പം നീ അത് എടുക്കല്ലേ. ഞങ്ങൾ ഇന്ന് ഏകദേശം ഓൾറെഡി ഒരു ഡ്രസ് കൂടെ എടുത്തില്ലേ? സെയിം. യെസ്, ദിസ് ഇസ് സെക്കൻഡ്. ഓക്കെ. എൻ്റെ മുഖത്തിന് ഏതാണ് ചേരുന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. This one. Yes, this one. No man. നിങ്ങൾ പറയൂ ഗൈസ്, അതായിരുന്നോ ഇതായിരുന്നോ നല്ലത്? ഓപ്ഷൻ A, ഓപ്ഷൻ B. എനിക്ക് B ആണ് ഇഷ്ടപ്പെട്ടത്. നല്ല ഭംഗിയുള്ളൊരു സാധനം. ഈ ഏരിയയിൽ കുറച്ച് ക്രോപ്പ് ടോപ്പൊക്കെ ഞാൻ കണ്ടു. ബട്ട് എനിക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങും എത്താണ്ടിരിക്കും. അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. നല്ല രസമുണ്ട്. ഇതിനും കുറേ കളറൊക്കെ ഉണ്ടല്ലേ. വാവ്. ലൈറ്റായിപ്പോയി.
കളർ കുറച്ചൊരു ഡാർക്ക് വേണമായിരുന്നു. ഇത് ഫുള്ള് ക്രോപ്പ് ടോപ്പാണ്. ഗൈസ് ഞാൻ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. പക്ഷെ ഇവിടെ നമ്മളൊന്നും എടുക്കത്തില്ല, എന്നാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിനേക്കാൾ നല്ല വെറൈറ്റി കിട്ടുന്ന വേറെ ഒരു ഷോപ്പുണ്ട്. അത് ഞാൻ വഴിയെ നിങ്ങൾ ഒരു ദിവസം കൊണ്ടുപോകാം. ബട്ട് ഇവിടുത്തെ വെറൈറ്റീസ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഹൗ ഈസ് ഇറ്റ് ഗൈസ്? എപ്പി ഇരിക്കേ? നല്ല ഫ്ലോറൽ വർക്ക് പ്ലസ് നല്ല ഈ ടൈപ്പ് ഓഫ് ജാഗോർ പാറ്റേൺ, അങ്ങനെ ലോട്ട് ഓഫ് ഐറ്റംസ് ഉണ്ട്. പല പല കളറുകളിലുണ്ട്, പല പല ഷേപ്പുകളിലുണ്ട്. ഐ മീൻ ഷേപ്പൊക്കെ ഒന്നാണല്ലോ, സോറി ഗൈസ്. ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ ലോട്ടസ് കളക്ഷൻസ് അറിയാം. ഇതിലാരും ഉമ്മ വെച്ചിട്ടുണ്ട്. നാട്ടിലൊക്കെ ഇപ്പം ഇങ്ങനത്തെ പാറ്റേൺ ഒക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ അടുത്ത സെഷനിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ഷാളൊക്കെ ഉണ്ട്, 10 ദിറംസിന് 5 ദിറംസിനൊക്കെ. ഞാൻ വലിയ വലിയ ദിറംസിൻ്റെ അവിടെ നിന്ന് നേരെ വന്ന് 5ഉം 10ൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാം എന്ന് വിചാരിച്ചിട്ട്. ഇത് കണ്ടോ, 5 ദിറംസ് ഭയങ്കര നൈസാണ്. പിന്നെ ഒരു മിക്സാണ്, ജോർജറ്റ് ഉണ്ട്, സ്പണ്ണിൻ്റെ ഉണ്ട്, പിന്നെ അങ്ങനെ എന്തൊക്കെയോ എനിക്ക് പേരറിയാത്ത കുറേ ടൈപ്പ് ഓഫ് മെറ്റീരിയലുണ്ട്. ഇതൊക്കെ 5 ദിറംസാണ്, ഏകദേശം ഒരു 110 രൂപയൊക്കെ വരും നാട്ടിൽ. പിന്നെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ 10 ദിറംസിൻ്റെ. ഇതൊക്കെ ചുമ്മാ കഴുത്തിൽ ചുറ്റിയിടാനേ കൊള്ളത്തുള്ളൂ, അല്ലാതെ തല ഇട്ടടക്കം ഒരു ഭംഗം ഉണ്ടാവില്ല, ഐ മീൻ ഡ്രസ്സ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ 5 ദിറംസിന് തന്നു കഴിഞ്ഞാലും ഡേ ടു ഡേ ഒന്ന് വാങ്ങിക്കുന്നതിൻ്റെ അത്ര ഒരു സുഖം കിട്ടത്തില്ല. ഞാൻ മിക്കപ്പോഴൊക്കെ ഷോൾ വാങ്ങിക്കാറ് ഡേ ടു ഡേ എന്നൊക്കെയാണ്. അവിടെയും 10 ദിറംസൊക്കെ തന്നെയാണ്, എന്നാൽ അവിടെ നിന്ന് ഭയങ്കര ഒരു സുഖം എവിടെ പോലും എനിക്ക് കിട്ടാറില്ല. നിങ്ങൾ നാട്ടിൽ എവിടെയെങ്കിലൊക്കെ ഷോപ്പിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇത്രയും ഷാളൊക്കെ കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്രയും കളക്ഷൻസൊക്കെ എൻ്റെ ഉള്ളിൽ ഇത്രയും ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. കണ്ടോ, ഓരോ സ്റ്റാൻഡിലും ഇങ്ങനെയാണ്. ഒരു 10-30 ഉണ്ടാവും ഒരെണ്ണത്തിനകത്ത്. ഞാനാകെ കൺഫ്യൂസ്ഡാണ് എടുക്കണോ വേണ്ടതെന്നുള്ള. ഞാൻ ഡേ ടു ഡേ മറന്നിലൂടെ കളിക്കില്ല ഗൈസ്. ഇവിടെ ഒരാൾ എന്നെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് പോയിട്ട് എടുത്ത ഡ്രസ്സാണ്. ഇതെനിക്കാണ് സെലക്ട് ചെയ്തത്, എന്നാലും വാവ് ബ്യൂട്ടിഫുൾ. നല്ല രസമുള്ള സാധനം കേട്ടോ, നല്ല കളറ്. ആ കൊള്ളാം, നല്ല കളറാണ്. ബട്ട് ഇതാണ് മോർ ബ്യൂട്ടിഫുൾ, നല്ല കളറാണ്. ഇതും ഓക്കെയാണ്, സെയിം തന്നെയല്ലേടാ? ആണ്. ഇതകത്തൊരു ഇന്നർ ടൈപ്പ് ഒരു ലോങ് ഗൗണാണ്, സ്ലീവ്ലെസ് ഉള്ളത്. പുറത്തൊരു ചെറിയൊരു കുട്ടി ജാക്കറ്റ്, ഐ മീൻ ഷ്രഗ്. യെസ്, കെട്ടി വെക്കാം അല്ലേ? ഇതൊന്ന് കെട്ടിക്കാൻ നോക്കട്ടെ, അതിൻ്റെ ഭംഗി നോക്കിക്കേ. ഞാൻ കെട്ടാത്തോണ്ട് കെട്ടാതിരിക്കുന്നില്ല, നല്ല നീ കെട്ടിയതുകൊണ്ടാണോ അത് കെട്ടി വെച്ചിരിക്കുന്നത്? ഇത് എത്ര ദിറംസായടാ? ആ കൊള്ളാം. നോക്കിയില്ലേ? പൈസ ഒന്നും നോക്കിയില്ല അന്ന്. നോക്കട്ടെ. ഓൺലി 42. ഓക്കെയാണ്. ഒരു ഡ്രസ്സായി, ഒരു ദിവസത്തേക്കുള്ള ഡ്രസ്സായി. ഞാൻ നമ്മളെവിടെ പോണേന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, അത് സസ്പെൻസ് ആക്കി നമുക്ക് ഫസ്റ്റ് ഡേ ആ ഡേയിൽ തന്നെ പൊട്ടിക്കാൻ വിചാരിച്ചു. ഷോൾ എടുക്കില്ല പറഞ്ഞിട്ട് ഫൈനലി ഈ ഡ്രസ്സിന് വേണ്ടി ഷോൾ എടുക്കേണ്ടി വന്നു. മാച്ചല്ലേ? പർച്ചേസ് കഴിഞ്ഞു നമ്മുടെ. ഈ ഷോപ്പിൽ അടുത്ത ഷോപ്പിൽ പോവാം. ഇനി എന്തെല്ലാം ക്യാപ്പ് ഞാൻ വെച്ച് നോക്കിയപ്പോൾ രസം ഉണ്ടായിരുന്നില്ല. നമുക്ക് തൽക്കാലം സൺഗ്ലാസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇത്രയും സാധനങ്ങൾ എടുത്ത് നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇന്നും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അടുത്ത ഷോപ്പ് പൂട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് വാങ്ങിക്കാം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, എടാ മേഖലയിൽ ചെരുപ്പുണ്ടല്ലോ. സമയം എന്തായി? 11 ആയോ? 11 മണിയായി. 11 മണിക്കും ഞങ്ങളിവിടെ ഷോപ്പിൽ നിന്നിരിക്കുകയാണ്. ബിക്കോസ് നമ്മൾ നാളെയാണ് പോകുന്നത്. അപ്പം പെരുന്നാളിൻ്റെ തലേ ദിവസം അങ്ങനെ ഓടി എത്താത്ത ബൈക്ക് കാറാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് ഓടി എത്താത്തൊരു സ്ഥലത്ത് പോവുകയാണ്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ രണ്ടാളും. വേറെ ഷോപ്പിൽ പോവാം.
ഓക്കേ, അടുത്ത ഷോപ്പിൽ കാണാം ഗൈസ്. നമുക്ക് ഗൈസ് ട്രിപ്പിനുള്ള സാധനങ്ങൾ എടുക്കാവുന്ന ഞാൻ കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല. കണ്ടു, ഇഷ്ടപ്പെട്ടു. ബൗളൊക്കെ ഞാൻ ഇത് വെച്ചിട്ട് കാണിച്ചു കേട്ടോ ഓരോന്നായിട്ട്. എനിക്ക് എടുക്കാൻ സമയത്ത് മറന്നു എടുക്കാം വീഡിയോ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. കുട്ടി സ്പൂണും ഒരു 6 ബൗളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബൗളാണ് കേട്ടോ ഇത്. 7 dirhams 7.2 20 fils. നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം കൂടെ വാങ്ങിച്ചു. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ, വീട്ടിൽ പോയിട്ട് ആലോചിക്കട്ടെ. ഇനി ഞാൻ നേരെ ബില്ലിൻ്റെ അടുത്ത് പോട്ടെ. അവിടെ ഓൾറെഡി ഷെക്കീറ ഹീറ്റ് ആക്കുവാണ്. കുറേ നേരം എനിക്ക് കോള് വന്നു. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ലെവൽ ചെരുപ്പടി അടിക്കുമല്ലേ. സോ അയ്യോ, വാഷ്റൂം ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. നമ്മൾ ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞില്ല, പക്ഷെ അതിനിടയ്ക്ക് ചെറുതായിട്ടൊരു വിശപ്പ് വന്നപ്പം അല്ല അത് പറഞ്ഞത്. നമ്മൾ KFC-ലോട്ട് വന്നിട്ടുണ്ട്. ഒരു വെള്ളത്തിനോട് ഓർഡർ ചെയ്യണമെന്നില്ലേ? ഒരു വെള്ളത്തിന് ആ സാധനം കുത്തിൻ്റെ നോക്കിയോ. KFC കഴിക്കുവാണ് ഞങ്ങൾ. നല്ല വിശപ്പ്. ലോഡഡ് ഫ്രൈസ്. വാവ്, നല്ല മണം. അതായത് കൗണ്ടറിൽ നിന്ന് വെള്ളം കിട്ടിയില്ല. ഇവിടെ ഒരു കിയോസ്ക് ഉണ്ട്, അതിൽ പോയിട്ട് ഓർഡർ ആക്കി എന്നുള്ള സങ്കടനോട് പറയുന്നത്. അവിടെ KFC അതോ അതിലറിയാതെ ഓർഡർ ചെയ്ത് ഞാൻ ക്യാൻസൽ ചെയ്തു. അതാണ് ഈ സാധനം മാത്രമേ പിന്നെ പീസ് മാത്രമേ ഒരു 2 പെണ്ണും അല്ല അതിലും ലോഡഡ് ബക്കറ്റ് ഒരുപാട് ഊള സ്വഭാവം. ബേബിയാണോ? ആദ്യമൊന്നും എനിക്ക് ഈ സാധനം വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ അത്യാവശ്യം അധികം വലിയ ക്വാണ്ടിറ്റി തന്നെ എടുത്തു. സത്യം നാട്ടത്തെ പോലത്തെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇവിടുത്തെ. ഭയങ്കര ടേസ്റ്റ് ആണത്. ചൂട് ഇഷ്ടംപോലെ ചീസ്. ഇതിന്റെ പേരെന്താ? എന്താ? ജാലപ്പിനോ? ആ അല്ല, ഞാൻ അത് ഹാലപ്പിനോ എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോന്ന് വിചാരിച്ചിട്ട് ജാലപ്പിനോ എന്ന് പറഞ്ഞു. ആലപ്പിനോ ആലപ്പിനോ അവള് പറഞ്ഞു ജലപ്പിനോ പെപ്പറാണത്. അതെ, ഞാൻ പറഞ്ഞു സ്പൈസി ആവും. അത് ഉപ്പിലിട്ടത് കൊണ്ട് ചിലപ്പോൾ കുറച്ച് കുറവുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അന്തം കത്തും. എനിക്കിത് മാത്രം നിന്നല്ലേ മുന്നിക്കിരുന്ന മതിയായിരുന്നില്ലേ. പക്ഷെ ഞാൻ BMW എന്നാ പറയാറ്. ഞാൻ BMW എന്ന് പറയാറില്ല. അത് ഇംഗ്ലീഷ് വേർഷൻ ആണ്. ഓൾസോ കറക്റ്റ്. അതും കറക്റ്റ് ആണ്. പക്ഷെ അതൊരു ജർമ്മൻ കമ്പനി ആയതുകൊണ്ട് എനിക്ക് മനഃപൂർവ്വമാണ് ഡൗട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ പ്ലേറ്റിൽ ഓരോ സാധനങ്ങളായിട്ട് നിരത്താൻ പോവാണ് ഗൈസ്. ഇവിടെ കഴിച്ചു തുടങ്ങി പല പ്രമാണികള്. ഞാൻ നിന്നെ തെറി പറയൂടെ കുട്ട. അത്യാവശ്യത്തിൽ അധികം എടുക്കാം. ഇനി ഈ വഴിക്ക് സാധനം കിട്ടിയില്ലെങ്കിലോ നിങ്ങളൊക്കെ എടുത്തിട്ട്. എടാ ഈ അപ്പൂപ്പനെ ഒന്ന് കാണിക്കേ. ഇതെന്താ? ഇതെന്തെന്നാ? ചേടാ വായ്, എനിക്ക് ഈ പീസൊന്നും വേണ്ട. ഫ്രീ ആണെങ്കിൽ എനിക്ക് വേണ്ട. എനിക്ക് ഈ പീസ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഈ പീസൊന്നും ഇഷ്ടപ്പെട്ടില്ല. എടാ നീ എനിക്ക് ആ പീസ് തരോടാ. താങ്ക് യുടാ. ആ പീസ് നല്ല കട്ടിങ് അതിനുള്ള പീസാണെടാ ഗൈസ്. അവളെ മനസ്സ്. ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പീസ് ഞാൻ അവൾക്ക് കൊടുത്തു. ഇതിന് പകരം നിനക്ക് ഞാൻ എന്തോ വേണം? എന്തോ തരണോടാ? എന്തോ തരണം? ടോവിനോനെ ഒന്ന്. ശരി എന്നാ ബൈ. ഇതെൻ്റെ മീൽ കംപ്ലീറ്റ് ആയി.
ഒരു പന്ന ഇങ്ങനെ പിക്കാം, അങ്ങനെ എടുക്കാം, ഇങ്ങനെ കഴിക്കാം. സ്ഥിരമാണോ? ഞാൻ എന്താടാ ചോദിക്കണ്ടേ? ഞാൻ പറഞ്ഞോണ്ടല്ലേ വലുത് വാങ്ങിച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞ കേട്ടൂലേ? ഞാൻ വിചാരിച്ചു കട്ട് ആയിരുന്നു അപ്പോഴേക്കും ഫോൺ. ആദ്യമൊക്കെ കഴിച്ച് എനിക്ക് ഭയങ്കര കട്ടിയുള്ള പീസായിരുന്നു ഇഷ്ടം. ഇപ്പൊ എനിക്ക് ആ കട്ടിയുള്ള പീസൊന്നും വലിയ താല്പര്യമില്ല. എൻ്റെ അമ്മ അടിയാവൂ. ഓ ഈ ഇതെന്ന് പറഞ്ഞ ഒരു പതപതപ്പുള്ള ഒരു പീസാണ്. സൗദിക്കാരൊരു വീഡിയോ ഇറങ്ങിയില്ലേ? നല്ല ഓയിലുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ലെഗ് പീസ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞു 8 പീസ് എടുക്കുന്ന സമയത്താണ് അതിൽ ലെഗ് പീസ് ഉണ്ടാവുന്നത്. ചിക്കനിന് വരെ എൻ്റെ ചാനലൊരു ഫുഡ് വ്ളോഗ് മാത്രമായിട്ട് ഒതുങ്ങി കൂടുവാണ്. നമ്മളെല്ലാവരും കഴിച്ചിട്ട് പോകാൻ നിൽക്കാന്ന്. പക്ഷേ ടേബിള് നക്കി തുടച്ചിട്ടേ വരുള്ളൂ എന്നൊരാള് ഇവിടെ ശാപനം എടുത്തിരിക്കുന്നു. ഞാൻ കാണിച്ചു തരാം. ചിലപ്പോ ഇപ്പൊ പ്ലേറ്റ് മടക്കി എടുത്തിട്ട് ഓടും. സ്ലോ ഈറ്റോ എന്താ അതൊക്കെ കഴിക്കുന്നത്? ഇതുണ്ടോ ഇവിടെ നിന്ന് മുഴുവനും കൊത്തിപ്പറക്കി ഈ പ്ലേറ്റിൽ നിന്നൊക്കെ എടുത്തു. ഒരു പീസ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ നോക്ക്, ലോറി മറിഞ്ഞ കണക്കിന് അവള് കഴിച്ചിട്ടിട്ട് ബോഡി അതെന്റെ അതെ. ഇത് കണ്ടോ? അതിനകത്തൊന്നും ഒന്നുമില്ല. നമ്മളൊക്കെ കൈ കഴിഞ്ഞിട്ട് 3 മണിക്കൂറായി. എത്ര ആൾക്കാരെ വെയിറ്റ് ആക്കുന്ന നിനക്ക് വേണ്ടിട്ട്? എണീറ്റ് വാ, മതി. ബാക്കി വീട്ടിൽ പോയിട്ട് കഴിക്കാം. ആ ചെറിയ സാധനം എടുക്കാൻ നോക്കട്ടെ, അതിനകത്ത് ബാക്കി ഇരിപ്പുണ്ട്. ഓ അത് നീ എടുക്കാൻ പോന്നെ, ഞാനല്ല. സോ ഗൈസ്, KFC കഴിച്ച് നേരെ ഞങ്ങൾ വീട്ടിലോട്ടാണ് വന്നത്. കാരണം എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്ത് നമ്മളുടെ നേരത്തെയുള്ള പർച്ചേസിംഗ് ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഈ ട്രിപ്പിൻ്റെ കാര്യത്തിൽ കുറേ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. കാരണം ഈ ട്രിപ്പ് നടക്കും ഇല്ലയോ എന്നുള്ള യാതൊരുവിധ ഉറപ്പും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. സോ അപ്പം ഞങ്ങൾ പതുക്കെ ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ടുണ്ട്. അതൊന്ന് കൺഫേം ആയതിനു ശേഷം 2 ദിവസമുണ്ട് പെരുന്നാളിന്. അപ്പം അത് കൺഫേം ആയതിനു ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ പർച്ചേസ് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കാര്യമായിട്ടൊന്നും എനിക്ക് ഈ വീഡിയോയിൽ കാര്യമായിട്ടൊരു കണ്ടന്റ് തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ചുമ്മാ പൊറടിയുമ്പോൾ നോക്കിയിരിക്കാമല്ലോ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇത് നമ്മുടെ ഫ്രണ്ട് ഷിക്കീറ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേനും എനിക്ക് കൊണ്ട് തന്നതാണ്. ഇതിൻ്റെ ഫുൾ എനിക്ക് കാണിക്കാൻ ഇങ്ങനെയൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ഫുൾ ഗൗണാണ്. ഈ കളർ എനിക്ക് ഇത്രയും സ്യൂട്ടാവുമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് കുട്ടാ. നമുക്കിനി കുറേ പെരുന്നാൾ വിശേഷങ്ങൾ കാര്യങ്ങൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വിശേഷങ്ങളൊക്കെ വഴി വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലൊന്നുമില്ല, അത്ര തന്നെ. ബൈ ബൈ, അസ്സലാമു.